ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാവ്യകൈരളി അല്ലേ? കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിക ശാരിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. അതുവരെ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ. ആശാനാശയഗാംഭീര്യത്തിൻ തിരികൾ കൊളുത്തിയ മലയാളം. ശബ്ദമനോഹര ഗീതികൾ പാടിയ വള്ളത്തോളിൻ മലയാളം. ഉല്ലേഖങ്ങൾ പാടിയ സാക്ഷാൽ ഉള്ളൂർ കവിയുടെ മലയാളം. ഇന്നും ചങ്ങമ്പുഴയുടെ രമണൻ മുരളികയൂതും മലയാളം. പൊന്നോടക്കുഴൽ നമ്മൾ കേകിയ ജിയുടെ നാടാം മലയാളം. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. വായിച്ചോ എല്ലാവരും? പാഠഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോ ഫസ്റ്റ് സെൻസർ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അർത്ഥം. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണ് ഈ മലയാളം അല്ലേ? കവിതയുടെ മാധുര്യം തിങ്ങി നിറഞ്ഞ തറവാടാണ് മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ കേരളം മലയാള ഭാഷ അല്ലെങ്കിൽ മലയാളം കേരളം ഇത്രയും കൂടെ പറയും. തുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും എഴുത്തച്ഛന്റെ തത്തയെ കുറിച്ച് മിസ് കഴിഞ്ഞ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോ കൊഞ്ചിക്കുഴയുന്ന മലയാളം അല്ലേ? അപ്പോ എഴുത്തച്ഛന്റെ പല കൃതികളും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അല്ലേ? കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. കുഞ്ചൻ നമ്പ്യാരുടെ കുഞ്ചൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ? കുഞ്ചൻ നമ്പ്യാരെ അറിയാലോ? കുഞ്ചൻ നമ്പ്യാർ തുള്ളൽപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലേ? എന്ന് പറഞ്ഞു നമ്മള്. ഫലിത നമ്മുടെ ഇതിന്റെ പാഠത്തിന്റെ ബാക്കിലും ഉണ്ട് കേട്ടോ, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഫലിത പരിഹാസങ്ങളിലൂടെ സാമൂഹിക വിമർശനം നടത്തിയ കവിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, ശ്രീകൃഷ്ണേരിതം മുതലായി 60ലധികം കൃതികൾ എഴുതിയിട്ടുണ്ട് അല്ലേ കുഞ്ചൻ നമ്പ്യാര്. ഓക്കെ. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ നല്ല വരികളും നമുക്ക് കിട്ടിയിട്ടുണ്ട് മലയാളത്തിന്. പിന്നെന്താ പറഞ്ഞത്? മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. മഞ്ജുളമാകുന്ന മനോഹരമാകുന്ന കൃഷ്ണപ്പാട്ടിന്റെ മഞ്ചരി, പൂങ്കുല, കാവ്യാരീതി അല്ലേ? ഓക്കെ. കൃഷ്ണപ്പാട്ട് മഞ്ചരി പൊഴിയുന്നതാണ് മലയാളം. പിന്നെന്താ? പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന, അതാണ് പാന എന്ന് പറഞ്ഞത്, ജ്ഞാനപ്പാന. അപ്പോ പാനയിലൂറിയ പൂന്തേൻ, തേൻ പൂന്തേൻ, പൂവിന്റെ തേൻ അല്ലേ? വഴിയും മലയാളം. പിന്നെന്താ പറഞ്ഞേ? വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യരുടേതാണ്, അതാണ് പറഞ്ഞത് ഇവിടെ. ഓക്കെ. രാമപുരത്ത് വാര്യരും കൂടെ മലയാളം എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ആശാൻ ആശയഗാംഭീര്യത്താൽ, ആശാൻ ആശയഗംഭീരനാണ് അല്ലേ? ഓക്കെ. ആശാന്റെ കൃതികള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുമാരനാശാൻ, ആധുനിക കവിത്രയങ്ങളും പ്രാചീന കവിത്രയങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് സംഭാവന നൽകിയ മലയാളം എന്നാ പറയുന്നത്. മലയാള ഭാഷയിൽ ഒരുപാട് കൃതികളും തന്നവരൊക്കെയാണ്, കുറെ പേരുടെ പേരുകളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് അല്ലേ? അപ്പൊ പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും ആരൊക്കെയാണ്? ആരൊക്കെയാ പ്രാചീന കവിത്രയങ്ങള്? നമ്മൾ കുറെ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ആർക്കറിയാൻ നോക്കട്ടെ, ആരൊക്കെയാ പ്രാചീന കവിത്രയങ്ങള്? അറിയില്ല ആർക്കും? കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? ത്രയം എന്ന് പറഞ്ഞാൽ 3. ഓക്കെ. ത്രയം എന്ന് പറഞ്ഞാൽ 3, ദ്വയം എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഓക്കെ. അപ്പോ കവിത്രയങ്ങൾ എന്ന് പറയുമ്പോൾ 3 പേരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആരൊക്കെയാ സായി കൃഷ്ണ?
ആര്? പ്രാചീന കവിത്രയങ്ങളെ മിസ് പ്രാചീന കവിത്രയങ്ങളെ പ്രാചീന കവിത്രങ്ങൾ ആരൊക്കെ? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ഇനിയെങ്കിലും മറന്നു പോകരുത്. എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി ഇവരാണ് പ്രാചീന കവിത്രയങ്ങൾ. ആധുനിക കവിത്രയങ്ങളോ? ആരാ എഡ്വിൻ ആധുനിക കവിത്രയങ്ങള്? എഡ്വിൻ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഓക്കെ, ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങൾ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ കുമാരനാശാൻ, വള്ളത്തോൾ വള്ളത്തോൾ എസ് പരമേശ്വരയ്യർ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, പിന്നെ വള്ളത്തോൾ. അറിയില്ല 3 പേര്? ആശാൻ ആധുനിക കവിത്രയങ്ങൾ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇനി മറക്കരുതേ. അപ്പൊ ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ തുടങ്ങുന്ന സമയങ്ങളിൽ. അപ്പൊ പ്രാചീന കവിത്രങ്ങൾ എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ചെറുശ്ശേരിയുമാണ്. ഈ എഴുത്തച്ഛന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നെക്സ്റ്റ് കുഞ്ചൻ നമ്പ്യാര് അല്ലെ, തുള്ളപ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞു. ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതി പ്രസിദ്ധമായ കാവ്യം കൊണ്ട് തന്നെ അദ്ദേഹം പ്രശസ്തനായി. കൃഷ്ണഗാഥ. ഓക്കെ, അപ്പൊ ആശാൻ മനസ്സിലായിട്ടില്ലേ? ആശാനി ആധുനിക കവിത്രങ്ങളും പ്രാചീന കവിത്രങ്ങളും അറിയില്ലേ മുഹമ്മദ്? ഓക്കെ. അപ്പോ ഇപ്പൊ അവരുടെ എഴുത്തച്ഛന്റെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റി നമ്മളിപ്പോ പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല നല്ല കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടേതുണ്ട്. പിന്നെ ആരാ പറഞ്ഞത്? അടുത്ത ആളാ നമ്മളാരാ പറഞ്ഞേ? തുഞ്ചൻ പോറ്റിയ രാമാനുജൻ എഴുത്തച്ഛനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് കുഞ്ചൻ പാടിയ തുള്ളപ്പാട്ട് പറയുമ്പോ കുഞ്ചൻ നമ്പ്യാര്. അത് കഴിഞ്ഞ ആരെയാ പറഞ്ഞേ? കൃഷ്ണപ്പാട്ട്. ആരതാണ്? കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടേത് അല്ലേ? പിന്നെ പൂന്താനത്തിന്റെ നാനപ്പാന. നെക്സ്റ്റ് വഞ്ചിപ്പാട്ട് ആരുടേത്? രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ട് അല്ലേ? അത്രയാണ് ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്, ആ ഒരു പാരഗ്രാഫ് പദ്യത്തിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ആശാൻ ആശയഗാംഭീര്യത്തിൽ. ആശാൻ ആശയഗംഭീരനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ ആധുനിക കവിത്രങ്ങളിൽ ആശാൻ എങ്ങനെയുള്ള ആളാ? ആശയഗംഭീരനാണെന്ന് പറഞ്ഞു. അപ്പോ അതാ പറഞ്ഞത് ഇവിടെ. ആശാൻ ആശയഗാംഭീര്യത്തിൽ തിരികൾ കൊളുത്തിയ മലയാളം അല്ലെ? ആശാന്റെയും നല്ല നല്ല കവിതകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് മലയാളത്തിന്. ഓക്കെ, നെക്സ്റ്റ് കുമാരൻ ആശാനാണ് ആശാൻ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? അതിൽ പറയുന്നുണ്ട് എന്ത്? ആശാൻ ആശയഗാംഭീര്യമുള്ള കവിതയാണ് ആശാന്റേത്. നെക്സ്റ്റ് നിങ്ങൾ നെക്സ്റ്റ് പേജ് മറിക്ക്. പേജ് നമ്പർ 62 എടുക്ക്. ഓക്കെ, ശ്രദ്ധിക്കേ. എന്ത്? മഹാകവി കണ്ടോ? നിങ്ങൾ ആദ്യം മുതൽ വിവരിക്കേണ്ട പദങ്ങൾ എന്ന് പറഞ്ഞത് അവിടേതാ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പൊ ടെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് വീട്ടിൽ കൊണ്ടുവച്ചതേ ഉള്ളൂ അല്ലെ? തിരിച്ചു നോക്കിയിട്ടൊന്നുമില്ല, മറിച്ച് നോക്കിയൊന്നുമില്ല. അതെ, എന്നാ പിന്നെ പേജ് നമ്പർ 62 എടുത്തോ എല്ലാവരും? ഓക്കെ, നമ്മളിപ്പോ 16 ആണ് ഈ പാട്ട് പഠിക്കുന്നത് അല്ലെ? പാട്ടുള്ളത്. നെക്സ്റ്റ് പേജ് നമ്പർ 62 എടുക്ക്. 2 കണ്ടോ? വിവരിക്കേണ്ട പദങ്ങൾ എന്ന് മറ്റു കണ്ടോ നിങ്ങള്? അതിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കണ്ടോ? ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയ കൃതികൾ എഴുതിയ മഹാകവി ആണ് ആര്? രാമാനുജൻ എഴുത്തച്ഛൻ. നെക്സ്റ്റ് തുഞ്ചൻ പോറ്റിയ ശാരിക എഴുത്തച്ഛന്റെ പ്രിയപ്പെട്ട തത്ത. ആധ്യാത്മ രാമായണത്തിലെ ഓരോ അധ്യായവും, അതായത് ഓരോ കാണ്ഡവും തുടങ്ങുമ്പോഴും ശാരികയെ വിളിച്ച് കഥ പറയാൻ കവി അഭ്യർത്ഥിക്കുന്നുണ്ട്. അതാ ശാരിക പൈതലേ ചാരുശീലേ വരികോമലേ കഥാശേഷവും ചൊല്ലൂ നീ. എഴുത്തച്ഛന്റെ വരികളാണ് അവിടെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനം തുടങ്ങിയ മഹാകവി. ഫലിത പരിഹാസങ്ങളിലൂടെ സാമൂഹ്യ വിമർശനം നടത്തി
കല്യാണ സൗഗന്ധികം, ഘോഷയാത്ര, ശ്രീകൃഷ്ണ ചരിതം മുതലായ 60-ലധികം കൃതികൾ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് കൃഷ്ണപ്പാട്ട്. കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം, അതാണ് കൃഷ്ണപ്പാട്ട്. ചെറുശ്ശേരി നമ്പൂതിരിയാണ് ഇത് എഴുതിയത്. ശ്രീകൃഷ്ണന്റെ ജീവിത കഥയാണ് കൃഷ്ണപ്പാട്ടിൽ വിവരിക്കുന്നത്. കൃഷ്ണപ്പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതിയാണ് ഏത്? മഞ്ചരി. നെക്സ്റ്റ് പാന. പൂന്താനം നമ്പൂതിരിയുടെ ഗാനകൃതിയാണ് ഏത്? ജ്ഞാനപ്പാന. കുമാരഹരണം പാനയും പൂന്താനത്തിന്റെ കൃതിയാണ്. ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനായിരുന്നു ആര്? പൂന്താനം, അല്ലേ? നെക്സ്റ്റ് പൂന്താനത്തിന്റെ വരികൾ അവൽ പറയുന്നുണ്ട്. എന്ത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി, അല്ലേ? പൂന്താനത്തിന്റെ വരികൾ. അത് കഴിഞ്ഞാണ് രാമപുരത്ത് വാര്യർ കാര്യം പറയുന്നുണ്ട്. രാമപുരത്ത് വാര്യർ എന്നാണ് മുഴുവൻ പേര്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവാണ് ആര്? രാമപുരത്ത് വാര്യർ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവാണ് രാമപുരത്ത് വാര്യർ. ഓക്കെ, അത്ര വരെ മനസ്സിലായോ? നെക്സ്റ്റ് എന്താണ്? ആശാൻ. മഹാകവി കുമാരനാശാൻ, അതാണ് ആശാൻ. നെക്സ്റ്റ് ആശയ ഗാംഭീര്യമുള്ള കവിതയാണ് ആശാന്റേത്. വീണപൂവ്, നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി മുതലായ അനേകം കൃതികൾ എഴുതിയിട്ടുണ്ട്. 1924 ബോട്ട് അപകടത്തിൽ മരിച്ചു. ആര്? കുമാരനാശാൻ, അല്ലെ? കുമാരനാശാന്റെ പ്രശസ്ത കൃതികളാണ് ഏതൊക്കെ? ആശാൻ ഏത്? വീണപൂവ്, നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി. സായി കൃഷ്ണ, എന്താ ഇവിടെ പ്രശ്നം? സംതിങ് മിസ്റ്റേക്ക് ആണല്ലോ. ഇടക്കിടക്ക് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ. എന്താ ഇവിടെ പ്രശ്നമുള്ളത്? ആശയഗാംഭീര്യത്തിൻ തിരികൾ കൊളുത്തിയ മലയാളം, അല്ലെ? ആശയഗാംഭീര്യങ്ങളായ ഒരുപാട് കൃതികൾ നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം എന്നർത്ഥം. നെക്സ്റ്റ് ശബ്ദമനോഹര ഗീതികൾ പാടിയ വള്ളത്തോളിൻ മലയാളം, അല്ലെ? വള്ളത്തോള് ശബ്ദ സുന്ദരൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ശബ്ദമനോഹരങ്ങളായ ഒരുപാട് കൃതികൾ നമുക്ക് ആര് തന്നിട്ടുണ്ട്? വള്ളത്തോൾ, അല്ലെ? ഓക്കെ, മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ആശാനെയും വള്ളത്തോളിനെയും ഉള്ളൂരിനെയും അടുത്ത് പറയുന്നുണ്ട്. ഉല്ലേഖങ്ങൾ പാടിയ സാക്ഷാൽ ഉള്ളൂർ കവിയുടെ മലയാളം, അല്ലേ? ഉള്ളൂർ ഉല്ലേഖ ഗായകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉല്ലേഖങ്ങൾ പാടിയ സാക്ഷാൽ ഉള്ളൂരും ഒരുപാട് കവിതകള് നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്നും ചങ്ങമ്പുഴയുടെ രമണൻ മുരളികയൂതും മലയാളം. ചങ്ങമ്പുഴയുടെ രമണൻ ഇന്നും നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, അല്ലേ? അറിയോ നിങ്ങൾക്ക് രമണിലെ വരികള്? ആർക്കെങ്കിലും അറിയോ? ഒന്നും വായിക്കാറില്ല നിങ്ങളല്ലേ പുസ്തകങ്ങളൊന്നും? എന്നാ പറഞ്ഞ ആരെയാണ് മുഹമ്മദേ? റിഹാന പറഞ്ഞത്. ചങ്ങമ്പുഴയുടെ രമണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലെ? ഇപ്പൊ ചങ്ങമ്പുഴയുടെ രമണൻ പ്രശസ്തമായ കൃതിയാണ് രമണൻ, അല്ലെ? രമണനിലെ വരികളാണ് കാനന ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്നില്ലേ? കേട്ടിട്ടുണ്ടോ ആ വരികള്? ഓക്കെ, ഒരാളെങ്ങും കേട്ടിട്ടുണ്ടല്ലോ. ജോസി, അല്ലേ ജോസി? കാനന ഛായയിലാടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കേട്ടിട്ടുണ്ടോ വരികള്? ഓക്കെ, അതാണ് ചങ്ങമ്പുഴയിലെ വരികളാണത്. ഓക്കെ, അപ്പൊ ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കൃതിയാണ് ഇത് രമണൻ. ഓക്കെ, അപ്പൊ രമണനും മുരളികയൂതും മലയാളം. അപ്പൊ മലയാളം ഇന്നും ഓർമ്മിക്കുന്ന വരികളാണത്, അല്ലേ? ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? പൊന്നോടക്കുഴൽ നമ്മൾ കേകിയ ജിയുടെ നാടാ മലയാളം, അല്ലെ? ഓടക്കുഴല് ജി ശങ്കരക്കുറുപ്പിന്റെ പ്രധാന കവിത ഏത്? കൃതിയാണ് ഏത്? ഓടക്കുഴൽ. ഒരു
ഇവർക്ക് ഇതില്ല. ഏത് ജി എന്ന ഒറ്റ അക്ഷരത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത മഹാകവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനം ഭാരതീയ ജ്ഞാനപീഠ അവാർഡ്. ഭാരതീയ ജ്ഞാനപീഠം അവാർഡ് നേടിയ കവിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. എന്താണ്? ജി ശങ്കരക്കുറുപ്പ് പേര്. ജിയുടെ എന്ന് പറഞ്ഞത് ജി ശങ്കരക്കുറുപ്പിനെയാണ്. മനസ്സിലായോ? ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത്. സൂര്യകാന്തി, പാഥേയം, മുത്തുകൾ തുടങ്ങിയ മറ്റനേകം കൃതികളുമുണ്ട്. കവിയുടെ പെരുന്തച്ഛൻ എന്ന കവിത വളരെ പ്രസിദ്ധമാണ്. മനസ്സിലായോ? ജിയുടെ ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, ഫുൾ നെയിം ജി ശങ്കരക്കുറുപ്പ് എന്നാണ്. അപ്പൊ ഉല്ലേഖങ്ങൾ പാടിയ ഉള്ളൂർ എന്ന് പറഞ്ഞ അലങ്കാര സമൃദ്ധമാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിത. തിരുവിതാംകൂർ ഗവൺമെന്റ് സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഉമാകേരളം എന്ന മഹാകാവ്യവും പിങ്കള, കർണഭൂഷണം മുതലായ ഖണ്ഡകാവ്യങ്ങളും രചിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചങ്ങമ്പുഴയുടെ രമണൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സുപ്രസിദ്ധ കൃതിയാണ് രമണൻ എന്ന കാവ്യം. ഇടപ്പള്ളിക്കാരനായ ഈ കവി സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാച്, കളിത്തോഴി തുടങ്ങിയ ധാരാളം കൃതികൾ എഴുതി. കളിത്തോഴി നോവലാണെന്ന് അർത്ഥം. നല്ല ഒഴുക്കുള്ള കവിതാരീതിയാണ് ചങ്ങമ്പുഴയുടേത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൽ പറഞ്ഞത് അല്ലേ? ടെക്സ്റ്റ് നിങ്ങൾക്ക് അത് വായിക്കാനുണ്ട് കേട്ടോ, ഒരുപാട്. അന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക പുറത്തുള്ളത്. ഓക്കെ, അപ്പൊ ജിയുടെ നാടാം പൊന്നോടക്കുഴൽ നമ്മൾ കേകിയ ഓടക്കുഴൽ നമുക്ക് സമ്മാനിച്ച ജി ശങ്കരക്കുറുപ്പിന്റെ നാടാണ് ഏത്? മലയാളം എന്നാ പറഞ്ഞത്. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു, അതെല്ലാം കൊണ്ട് ഈ പറഞ്ഞ കവികളൊക്കെ നമുക്ക് ഒരുപാട് നല്ല കവിതകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ ഇതൊക്കെ നിറഞ്ഞ കവിതാ മാധുര്യമുള്ള കവിതകളൊക്കെ നിറഞ്ഞ നാടാണ് ഏത്? മലയാള നാട് എന്നാണ്, കേരളം എന്നാണ് പറഞ്ഞത്. അപ്പോ ഒന്നുകൂടി വായിക്കാം. കാവ്യ കൈരളിയിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരികയിന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. ആശാനാശയ ഗാംഭീര്യത്തിൻ തിരികൾ കൊളുത്തിയ മലയാളം. ശബ്ദമനോഹര ഗീതികൾ പാടിയ വള്ളത്തോളിൻ മലയാളം. ഉല്ലേഖങ്ങൾ പാടിയ സാക്ഷാലുള്ളൂർ കവിയുടെ മലയാളം. ഇന്നും ചങ്ങമ്പുഴയുടെ രമണൻ മുരളികയൂതും മലയാളം. പൊന്നോടക്കുഴൽ നമ്മൾ കേകിയ ജിയുടെ നാടാം മലയാളം. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. ഓക്കെ, ഇതാണ് കാവ്യകൈരളി പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? കവിതാ മാധുരി തിങ്ങി നിറഞ്ഞ നാടാണ് ഏത്? മലയാള നാട്. പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? സിപ്പി പള്ളിപ്പുറം പാടിയ കവിത താഴെ എഴുതിയിട്ട് കണ്ടോ? ആരെഴുതിയാണെന്ന്? സിപ്പി പള്ളിപ്പുറത്തിനെ പറ്റിയിട്ടും അവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? എന്താണ്? മലയാള ബാലസാഹിത്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയ കവി. 1943 എറണാകുളം ജില്ലയിലെ വൈപ്പിൻ പള്ളിപ്പുറത്ത് ജനിച്ചു. ചെണ്ട, പൂരം, അപ്പൂപ്പൻതാടിയുടെ സ്വർഗയാത്ര, തത്തകളുടെ ഗ്രാമം, പപ്പടം, പഴം, പായസം എന്നിവയാണ് പ്രധാന കൃതികൾ അദ്ദേഹത്തിന്റെ. ചെണ്ടയ്ക്കും പൂരത്തിനും NCERTCയുടെ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോ കവിതാ മാധുരി തിങ്ങി നിറഞ്ഞ തറവാടാണ് മലയാളം എന്ന് പറഞ്ഞു. ആരൊക്കെ കവിതകൾ കൊണ്ട് നിറഞ്ഞതാണെന്ന് പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞു. എന്ത്? എഴുത്തച്ഛൻ്റെത്, കുഞ്ചൻ നമ്പ്യാരുടേത്, പിന്നെ ആരാ? ചെറുശ്ശേരിയുടേത്, പിന്നെയോ പൂന്താനത്തിൻ്റെത്, നെക്സ്റ്റ് രാമപുരത്ത് വാര്യരുടേത്, ആശാന്റെ ഉള്ളൂർ, പിന്നെയോ വള്ളത്തോള്, ചങ്ങമ്പുഴ, ജി ശങ്കരക്കുറുപ്പ് അല്ലേ? ഇവരെയൊക്കെ നല്ല കാവ്യങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ കൊണ്ട് തിങ്ങി നിറഞ്ഞ നാടാണ് ഏത്? മലയാള നാട് എന്നാണ് ഈ കാവ്യ കൈരളിയിൽ പറയുന്നത് അല്ലേ? ഓക്കെ, മനസ്സിലായോ?
ഒന്നും കേൾക്കുന്നില്ല മിസ്സേ. അതുലിനാണോ കേൾക്കാത്തെ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ മക്കളെ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട് മിസ്സേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ ഒന്നുകൂടി അത് പാടാ. പാഠം 16 കാവ്യ കൈരളി. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരികയിന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. ആശാനാശയഗാംഭീര്യത്തിൽ തിരികൾ കൊളുത്തിയ മലയാളം. ശബ്ദമനോഹര ഗീതികൾ പാടിയ വള്ളത്തോളിൻ മലയാളം. ഉല്ലേഖങ്ങൾ പാടിയ സാക്ഷാൽ ഉള്ളൂർ കവിയുടെ മലയാളം. ഇന്നും ചങ്ങമ്പുഴയുടെ രമണൻ മുരളികയൂതും മലയാളം. പൊന്നോടക്കുഴൽ നമ്മൾ കേകിയ ജിയുടെ നാടാം മലയാളം. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. ഓക്കെ, ഈ പറഞ്ഞ കവികളെ കൊണ്ടൊക്കെ നല്ല കാവ്യസമാഹാരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞ കവിതകളുടെ മാധുര്യം കൊണ്ട് നിറഞ്ഞ തറവാടാണ് ഈ മലയാള നാട് എന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലായോ? അപ്പോ ഓരോരാളുടെയും നല്ല നല്ല കാവ്യങ്ങളുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട കുറെ കവികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് വായിച്ച് നല്ല പോലെ നോക്കണം. നെക്സ്റ്റ് നമുക്ക് വിവരിക്കേണ്ട പദങ്ങളിൽ നിന്ന് പറഞ്ഞു തന്നതും നല്ലതുപോലെ വായിക്കണം. ഓക്കെ. അപ്പൊ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കൃഷ്ണപ്പാട്ട് എഴുതിയ ചെറുശ്ശേരിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനപ്പാനയുടെ കർത്താവായ പൂന്താനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആശാന്റെ ആശയഗംഭീരത്താൽ എഴുതിയ കവിതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ വള്ളത്തോള്, ഉള്ളൂര്, ചങ്ങമ്പുഴ, ജി ശങ്കരക്കുറുപ്പ് അല്ലേ? അങ്ങനെ പ്രധാനപ്പെട്ട കുറേ കവികളുണ്ട് അല്ലേ നമുക്ക് മലയാളത്തിന് സ്വന്തമായിട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓർമ്മിക്കുക. അവരവരുടെ കാവ്യങ്ങളും ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല പോലെ വായിക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ വായിക്കാൻ പറ്റുമോ? ഇപ്പോ നല്ല നീറ്റിലൊന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? ഒന്ന് ഗ്രേസ് വായിച്ചേ. ഗ്രേസ് എല്ലാ ദിവസവും വായിക്കാൻ പറയുമ്പോൾ ആളുണ്ടാവില്ല. കുറച്ചു നേരം ക്ലാസ് കയറും, അന്നവാട് ഇറങ്ങിപ്പോവും അല്ലേ ഗ്രേസേ? അതൊന്നല്ല ഞാൻ വായിക്കാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഏതാ വായിക്കുന്നത്? കാവ്യ കൈരളി എന്ന പാഠം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് മറ്റേത് വായിക്കാം. കവിതാമാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണ് മലയാളം. പോറ്റിയ തുഞ്ചൻ പോറ്റിയ ശാരികയിൽ നിന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൽ പാനയിലൂറിയ പൂത്തേൻ വഴിയും മലയാളം. മഞ്ചലിലേറ്റിയ രാമപുരത്തിൽ മലയാളം. ആശാനാശയഗാംഭീര്യത്തിൻ
ആശാൻ ആശയ ഗാംഭീര്യത്തിൻ തിരികൾ കൊളുത്തിയ മലയാളം. ശബ്ദമനോഹര ഗീതങ്ങൾ പാടിയ വെള്ളത്തോളിൻ മലയാളം. ഉലേഖങ്ങൾ സാക്ഷാൽ ഉള്ളൂർ കവിയുടെ മലയാളം. ഇന്നും ചങ്ങമ്പുഴയുടെ രമണം മുരളികയൂതും മലയാളം. പൊന്നോടക്കുഴൽ നമുക്കേകിയ ജിയുടെ നാടാം മലയാളം. കവിത മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണി മലയാളം. പൂരം പള്ളിപ്പുറം. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ് റിഹാൻ. ഇവരൊന്നും കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല എനിക്ക്. പാഠം 16 വൈക്കം കൈരളി. കവിത മാരുതി കാവ്യ കൈരളി. എവിടെ ആയിരുന്നു റിഹാനെ? ഞാൻ ഈ 2 ദിവസമായിട്ട് ഇതിങ്ങനെ വായിട്ട് പറഞ്ഞ് തള്ള തുറന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ റിഹാനെ? നീ ആ വഴിക്കേ പോന്ന ആളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോണ്ടല്ലേ ഇത് വൈക്കം. കാവ്യ കൈരളി. കവിതാ മാരുതി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളപ്പാട്ടിൽ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൽ പാനയിലൂറിയ പൂന്തേ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിന് മഞ്ചലി ലേറ്റിയ രാമപുരത്തിൻ മലയാളം. ആശാനാശയ ഗാംഭീര്യത്തിൻ തിരികൾ കൊളുത്തിയ മലയാളം. ശബ്ദമനോഹര ഗീതികൾ പാടിയ വള്ളത്തോളിൻ മലയാളം. ഉല്ലേഖങ്ങൾ പാടി സാക്ഷാൽ ഉള്ളൂർ കവിയുടെ മലയാളം. ഇന്നും ചങ്ങമ്പുഴയുടെ രമണൻ മുരളികയൂതും മലയാളം. പൊന്നോണക്കുയൽ നമ്മൾ കേകിയ ജിയുടെ നാടാം മലയാളം. കവിതാ മാരുതി തിങ്ങി നിറഞ്ഞൊരു തറവാടാണി മലയാളം. പൂരം CP പള്ളിപ്പുറം. ഓക്കെ, നെക്സ്റ്റ് ഷിസേനയും കിട്ടൂല എല്ലാ ദിവസമൊന്നും. ഷിസ ഫാത്തിമ കേൾക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ഹന്ന റസൂല അല്ലേ? കുറെ കുട്ടികൾ ലീവാണല്ലോ ഇന്ന്. ഷിസക്ക് കേൾക്കുന്നില്ല. നെക്സ്റ്റ് എഡ്വിൻ. കവിതാ തറവാടാടി മലയാളം. തുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും കൊഞ്ചിക്കൊഴിയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ശിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചിരി പൊഴിയും മലയാളം. പൂന്താനത്തിൽ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ നെഞ്ചിലേറ്റിയ രാമപുരത്തിൻ മലയാളം. ആശാനാശയ ഗാംഭീര്യത്തിൻ തിരികൾ കൊളുത്തിയ മലയാളം. ശബ്ദമനോഹര ഗീതികൾ പാടി വള്ളത്തോളിൻ മലയാളം. ഉല്ലേഖങ്ങൾ പാടിയ സാക്ഷാൽ ഉള്ളൂർ കവിയുടെ മലയാളം.
ഇന്നും ചങ്ങമ്പുഴയുടെ രമണൻ മുരളിയൂതും മലയാളം. പൊന്നോണക്കുഴൽ നമ്മൾ കേകിയ ജിയുടെ നാട മലയാളം. കവിത മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. ഓക്കെ, നെക്സ്റ്റ് ജോസി. പാഠം 16 കാവ്യ കൈരളി. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. കുഞ്ചൻ പോറ്റിയ ശാരിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ചിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. ആശാൻ ആശയ ഗാംഭീര്യത്തിൻ തിരികൾ കൊളുത്തിയ മലയാളം. ശബ്ദമനോഹര ഗീതികൾ പാടിയ വള്ളത്തോളിൻ മലയാളം. ഉല്ലേഖങ്ങൾ പാടിയ സാക്ഷാൽ ഉള്ളൂർ കവിയുടെ മലയാളം. ഇന്നും ചങ്ങമ്പുഴയുടെ രമണൻ മുരളിക ഊതും മലയാളം. പൊന്നോടക്കുഴൽ നമ്മൾ കേകിയ ജിയുടെ നാടാം മലയാളം. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. പൂരം ഈ പള്ളിപ്പുറം. ഓക്കെ, നെക്സ്റ്റ് ഷിസക്ക് കേൾക്കുന്നുണ്ടോ? ഷിസ, ഏഞ്ചൽ കേൾക്കുന്നുണ്ടോ? ഏഞ്ചൽ, ഏബൽ ബിനോയ് ഉണ്ടോ അവിടെ? അതുല് വായിച്ചേ, അതുല്. കട്ടാവാൻ സാധ്യതയുണ്ട്, വേഗം. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു തറവാടാണീ മലയാളം. തുഞ്ചൻ പോറ്റിയ ശാലിക ഇന്നും കൊഞ്ചിക്കുഴയും മലയാളം. കുഞ്ചൻ പാടിയ തുള്ളൽ പാട്ടിൻ ചിഞ്ചിതമുണരും മലയാളം. മഞ്ജുളമാകും കൃഷ്ണപ്പാട്ടിൻ മഞ്ചരി പൊഴിയും മലയാളം. പൂന്താനത്തിൻ പാനയിലൂറിയ പൂന്തേൻ വഴിയും മലയാളം. വഞ്ചിപ്പാട്ടിനെ മഞ്ചലിലേറ്റിയ രാമപുരത്തിൻ മലയാളം. ആശാൻ ആശയ ഗാംഭീര്യത്തിൻ